നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം MP സ്ഥാനം എപ്പോൾ രാജിവെച്ചിറങ്ങുന്നുവോ ആ നിമിഷം ശശി തരൂർ തൻ്റെ ക്യാബിനറ്റിലുണ്ടായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. ജയശങ്കറിന് പകരം വിദേശകാര്യ മന്ത്രിസ്ഥാനമാണ് നരേന്ദ്രമോദി ശശി തരൂരിന് ഓഫർ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകരാഷ്ട്രങ്ങളിൽ പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിനെതിരെ പ്രചാരണം നടത്താനുള്ള MP തല പ്രചാരണ സമിതിയുടെ തലവനായി ശശി തരൂരിനെ പ്രധാനമന്ത്രി നിയമിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനോടുമൊക്കെ കോൺഗ്രസിൽ നിന്നും പ്രതിനിധികളെ നിർദ്ദേശിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ശശി തരൂരിന്റെ പേർ നിർദ്ദേശിക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കൂട്ടാക്കിയില്ല. അപ്പോൾ ശശി തരൂരിനെ തന്നെ ആ കമ്മിറ്റിയുടെ പ്രചരണ സമിതിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് നരേന്ദ്രമോദി തിരിച്ചടിക്കുകയായിരുന്നു. ഈ സ്ഥാനം ഏറ്റെടുക്കരുതെന്ന് ആദ്യം രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ശശി തരൂരിനോട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ താൻ അതിന് തയ്യാറല്ലെന്നുള്ള മറുപടിയാണ് രണ്ടുപേർക്കും ശശി തരൂർ നൽകിയത്. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിനായി തെരഞ്ഞെടുത്തതോടെ താൻ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ശശി തരൂർ പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നിലൊരു അന്തർനാടകമുണ്ട്. ശശി തരൂരിന് പ്രധാനമന്ത്രി കൊടുത്ത ഉറപ്പ് ഇതാണ്: തിരുവനന്തപുരം MP സ്ഥാനം രാജിവെച്ച് എപ്പോൾ കോൺഗ്രസ് വിടുന്നുവോ ആ നിമിഷം താങ്കൾ കേന്ദ്രമന്ത്രിസഭയിൽ എന്നോടൊപ്പം ഉണ്ടാകും. ജയശങ്കറെ മാറ്റിയിട്ട് വിദേശകാര്യ മന്ത്രിസ്ഥാനം വേണമെങ്കിൽ അതും നൽകും. ഏത് സ്റ്റേറ്റിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിക്കാനും BJP തയ്യാർ. പക്ഷേ കോൺഗ്രസ് വിട്ട് ഇറങ്ങണമെന്ന് മാത്രം. എന്നാൽ കോൺഗ്രസ് വിട്ട് ഇറങ്ങണമെന്ന് പറയാൻ അല്ലെങ്കിൽ ഇറങ്ങും എന്ന ഉറപ്പ് നൽകാൻ ശശി തരൂർ ഇതുവരെ തയ്യാറായിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തതിന് ശേഷം രാജിവെച്ച് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ശശി തരൂർ. തിരുവനന്തപുരം MP സ്ഥാനത്ത് ഇനി അധികം നാൾ തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ശശി തരൂർ തൻ്റെ അടുപ്പക്കാരെയെല്ലാം അറിയിച്ചു കഴിഞ്ഞു. ഇതും BJP നേതൃത്വത്തിന് നന്നായി അറിയാം. ശശി തരൂരിനോട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനാണ്. രാജീവ് ചന്ദ്രശേഖർ തന്നെ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും ചാടിക്കാനുള്ള കളം ഒരുക്കുകയാണ്. തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ചാടിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള റിപ്പോർട്ടാണ് രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്ര നേതൃത്വത്തിന് നൽകിയതത്രേ. അതിനുശേഷമാണ് കേന്ദ്ര നേതൃത്വം കുറച്ചുകൂടി ഊർജ്ജസ്വലമാകാൻ തുടങ്ങിയത്. അപ്പോഴാണ് പാകിസ്ഥാന്റെ പെഹൽഗാം ആക്രമണവും ഇന്ത്യയുടെ തിരിച്ചടിയുമെല്ലാം സംഭവിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ MP തല സമിതിയെ നിശ്ചയിച്ച് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യതല MP തല സമിതിയുടെ ചെയർമാനാണ് അല്ലെങ്കിൽ അധ്യക്ഷനാണ് ശശി തരൂർ. ശശി തരൂരിനെ മുൻനിർത്തിയാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ അംഗീകാരം കിട്ടുമെന്ന് മോദിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. കൃത്യമായിട്ടും നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ശശി തരൂരിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മോദിയെ മുന്നിൽ നിർത്തി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രചാരണം അഴിച്ചുവിടാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ കൂടുതൽ BJPയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമെന്നും നരേന്ദ്രമോദി കരുതുന്നുണ്ട്. ഉടൻ തന്നെ ക്യാബിനറ്റിൽ ഒരു റീഷഫിളിംഗ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേന്ദ്ര ക്യാബിനറ്റിൽ അഴിച്ചുപണി ഉണ്ടാകും. ചില മന്ത്രിമാർ നീക്കം ചെയ്യപ്പെടും. ജയശങ്കറെ പോലെയുള്ള ആളുകൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വകുപ്പുകളിലേക്ക് മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ ക്യാബിനറ്റിൽ എടുക്കണമെന്ന് മോദിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ തടസ്സം അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നുള്ള കോൺഗ്രസ് MP ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം MP സ്ഥാനം എപ്പോൾ രാജിവെക്കുന്നുവോ ആ നിമിഷം ശശി തരൂർ തൻ്റെ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് കൊടുത്ത ഉറപ്പ്. പക്ഷേ 2026 വരെ കാത്തിരിക്കാനാണ് ശശി തരൂരിൻ്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. 2026 കേരളത്തിലെ കോൺഗ്രസിൽ ഭരണമാറ്റമുണ്ടാവുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിൽ തനിക്ക് സൂചി കുത്താനുള്ള ഇടമുണ്ടാകില്ലെന്ന് തരൂരിന് നന്നായി അറിയാം. അപ്പോൾ MP സ്ഥാനം അടക്കം രാജിവെച്ച് ഇറങ്ങിപ്പോരാനാണത്രേ തരൂരിൻ്റെ തീരുമാനം.